ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 140ലെയും 141ലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:3:5. വാട്ട് ആർ ദ ആംഗിൾസ്? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൽ അഥവാ ഒരു ത്രികോണത്തിൽ 3 കോണുകളാണ് ഉള്ളത്. അതിന്റെ അംശബന്ധമാണ് 1:3:5 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കോണിന്റെയും അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇവിടെ ത്രികോണം വരച്ചിട്ടുണ്ട്. നമുക്കറിയാം, റേഷ്യോ ഒക്കെ തരുമ്പോൾ 2:5 എന്ന് പറയുമ്പോൾ ഓരോന്നും നമ്മൾ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പോൾ 2x എന്നും 5x എന്നും എടുക്കുന്നു അല്ലെ. ഈ രീതി നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3 ഇടത്തും എക്സ് കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഒന്നാമത്തെ കോണിനെ 1x എന്ന് എടുക്കാം, രണ്ടാമത്തെ കോണിനെ 3x എന്നും എടുക്കാം, മൂന്നാമത്തെ കോണിന്റെ അളവ് 5x എന്നും എടുക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ആംഗിൾസ് ഏതൊക്കെ വന്നു, കോണുകൾ ഏതൊക്കെ വന്നു? 1x എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, 3x 5x കിട്ടിയല്ലോ. ഇനി നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി അറിയാം. എന്താണ് ആംഗിൾ സം പ്രോപ്പർട്ടി? ആംഗിൾ സം പ്രോപ്പർട്ടി അഥവാ കോണുകളുടെ തുക എത്ര വരും? 3ഉം കൂടെ കൂട്ടുമ്പോൾ 180 വരണം അല്ലെ. അപ്പൊ x പ്ലസ് 3x പ്ലസ് 5x ആണ് 180 ഡിഗ്രി അല്ലെ. അപ്പൊ എക്സും 3xും 5xും കൂടെ കൂട്ടുമ്പോൾ എന്ത് വന്നു? 9x വന്നു, ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വന്നു. അല്ലെങ്കിൽ x ഈക്വൽ ടു 180/9. 18നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. അപ്പോൾ 180നെ ആകുമ്പോൾ അത് 20 വന്നു. എക്സ് ആണ് 20, അതായത് ഒന്നാമത്തെ കോൺ 20 ഡിഗ്രിയാണ് കിട്ടി. ഇനി രണ്ടാമത്തെ കോൺ എത്രയാണ്? 3x അല്ലേ. അപ്പോൾ 3x ഈക്വൽ ടു 3 × 20 16 കിട്ടിയല്ലോ. മൂന്നാമത്തത് 5x ആണ്. അപ്പോൾ 5 × 20 ഈക്വൽ ടു 100 എന്നും കിട്ടി. ഇനി ഇത് 3ഉം കൂടെ കൂട്ടി നോക്ക്. 100ഉം 60ഉം 160ഉം 20ഉം 180. ശരിയായില്ലേ? അപ്പം 3 കോണുകളും കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? 20 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4. വശങ്ങളുടെ അംശബന്ധം 2:3:4 ആണ്. ആൻഡ് ദ ലോങ്സ്റ്റ് സൈഡ് ഈസ് 20 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഏറ്റവും നീളം കൂടിയ വശം ഏറ്റവും നീളം കുറഞ്ഞ വശത്തിനേക്കാൾ 20 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനാണെങ്കിൽ 3 വശങ്ങളുടെയും നീളങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം സൈഡ്സ് ഏതൊക്കെ വരും, വശങ്ങൾ ഏതൊക്കെ വരും ആണല്ലോ. ഇതിനകത്ത് ഈ അംശബന്ധം നോക്കുമ്പോഴേ നമുക്കറിയാം ഏറ്റവും ചെറിയ വശമാണ് ഈ 2x, ഏറ്റവും വലിയ വശമാണ് 4x അല്ലെ. അപ്പൊ ലോങ്സ്റ്റ് സൈഡ് ഈസ്, വലിയ വശം എന്ന് പറയുന്നത് 4x എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള 2xനേക്കാളിലും 20 സെന്റിമീറ്റർ കൂടുതലാണ് എന്നെഴുതാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എക്സ് കിട്ടുമല്ലോ. ഈ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതായത് 4x മൈനസ് 2x ഈക്വൽ ടു 20 എന്ന് എഴുതാമല്ലോ. 4xൽ നിന്ന് 2x പോയാൽ 2x 20 ആണെങ്കിൽ എക്സ് അതിന്റെ പകുതിയല്ലേ, 20/2 ഈക്വൽ ടു 10 അല്ലേ. അപ്പം നമുക്ക് വശങ്ങൾ ഏതൊക്കെ കിട്ടും? 2x എത്രയാണ്? 2 × 10 ഈക്വൽ ടു 20 സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. പിന്നെ 3x ഈക്വൽ ടു 3 × 10 ഈക്വൽ ടു 30 സെന്റിമീറ്റർ. 4x ഈക്വൽ ടു 4 × 10 ഈക്വൽ ടു 40 സെന്റിമീറ്റർ. അപ്പോൾ വശങ്ങൾ ഏതൊക്കെയാണ്? 20 സെന്റിമീറ്റേഴ്സ്, 30 centimeters and 40 centimeters are the sides of this triangle. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: the ratio of the length, width and height of a rectangular box is 2:3:5. അപ്പോൾ ആദ്യത്തേത് ലെങ്ത് ആണ്. ലെങ്തിനെ നമുക്ക് നീളം 2x ആയിട്ടും വിഡ്ത്ത് വീതി 3x ആയിട്ടും ഉയരം ഹൈറ്റ് ഉയരം
5x ആയിട്ടും എടുക്കാം. പിന്നെ ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട്. വ്യാപ്തം 3750 ഘന സെന്റിമീറ്റർ ആണ്. അങ്ങനാണെങ്കിൽ ഇതിന്റെ നീളവും വീതിയും ഉയരും, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കണം. നമുക്കറിയാം വോളിയം കാണാനുള്ള സമവാക്യം നമുക്കറിയാം. വോളിയം V ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാനിവിടെ മാർക്ക് ചെയ്തു ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഏതൊക്കെയാണെന്ന്. അതുകൊണ്ട് ഇവിടെ സെപ്പറേറ്റ് എഴുതിയില്ല. അപ്പോൾ ലെങ്ത് എത്രയാണ്? 2x ഇൻറ്റു 3x ഇൻറ്റു 5x. ഇതെത്രയാന്ന് തന്നിട്ടുണ്ട്? 3750, 3750 ആണ് തന്നിട്ടുണ്ട്. ഇനി 2 5s are 10, 10 3s are 30. x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ആണെന്ന് എഴുതാം. 3 പ്രാവശ്യം എക്സ് വന്നുകൊണ്ട് 3750. അപ്പോൾ എക്സ് ക്യൂബ് നമുക്ക് കിട്ടുമല്ലോ. അതായത് 3750നെ 30 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ കിട്ടും. ആ 0 വെട്ടിപ്പോവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇനി 375നെ 3 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പോൾ ഓരോ സംഖ്യ വെച്ച് നമുക്ക് ഹരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിവിഷൻ വെച്ചും ചെയ്യാം. ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ആദ്യത്തെ നമ്പർ 3. 3-നകത്ത് എത്ര 3 ഉണ്ട്? ഒറ്റ 3 ഉള്ളൂ. അപ്പോൾ ശിഷ്ടം മിച്ചമൊന്നുമില്ല, റിമൈൻഡർ ഇല്ല. രണ്ടാമത്തെ നമ്പർ 7 ആണ്. 7-നകത്ത് 3 2 പ്രാവശ്യമുണ്ട്. അത് കാരണം 3 ഗുണം 2 6 ആണ്. പിന്നെ 7 കിട്ടണമെങ്കിൽ മിച്ചം ഒന്നും വന്നില്ല. ആ മിച്ചം ഇവിടെ എഴുതുക. അപ്പോൾ അടുത്ത നമ്പർ 1 5 എന്ന് പറഞ്ഞാൽ 15. 15-നകത്ത് 3 എത്ര പ്രാവശ്യമോ? 5 പ്രാവശ്യം. അപ്പോൾ എക്സ് ക്യൂബ് 125. അപ്പോൾ ഇവിടെ അവസാനത്തെ അക്കം 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 5ന്റെ ടേബിളെ വരുമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 5 ഗുണം 5ന്റെ ടേബിളെ വന്നു. 5 ഗുണം എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിന് വേണ്ടി എന്ത് ചെയ്യണം? 125നെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ 2 പ്രാവശ്യം മിച്ചം 2 വന്നു. 25 5 പ്രാവശ്യം 25 0 അല്ലെ? 5 ഗുണം 25 എന്ന് എഴുതാമല്ലോ. ഇനി 25 വീണ്ടും 5ന്റെ ടേബിളിലുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 ഗുണം 5 ഗുണം 5 എന്ന് എഴുതാമല്ലോ. അതായത് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 5 3 പ്രാവശ്യം വന്നാണ്. അതിനെ 5 ക്യൂബ് എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ എക്സ് എത്ര വന്നു? എക്സ് ക്യൂബാണ് 5 ക്യൂബ്. മനസ്സിലായ? എക്സ് ക്യൂബ് ആണ് 5 ക്യൂബ്. അപ്പോൾ എക്സ് എത്ര വന്നു? 5 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി എക്സ് അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് നീളവും വീതിയും ഉയരവും വേണം. അപ്പം നീളം എത്രയാണ്? നീളം 2x ആണ്. അപ്പം 2 ഇൻറ്റു എക്സ് 5 അല്ലേ? 5. അപ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി വിഡ്ത്ത് അഥവാ വീതി, അത് 3x ആണ്. 3 ഇൻറ്റു 5 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഹൈറ്റ് അഥവാ ഉയരം 5x ആണ്. 5 ഇൻറ്റു 5 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. 3 സെന്റിമീറ്ററിലാണ്. മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. The ratio of the number of black beads to the number of white beads is 3:5. അപ്പോൾ 3 കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ആണ് 3:5 എന്ന് തന്നിരിക്കുന്നത്. And the ratio of the number of white beads to the number of red beads is 2:3. white is to red എന്ന് പറയുന്നത് 2:3 ആണ് തന്നിട്ടുണ്ട്. What is the ratio of the number of beads of all 3 colors? അതായത് ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഞാൻ ഇവിടെ പ്രശ്നം എഴുതിയില്ല. ബോക്സിനകത്ത് 3 കളേഴ്സ് ആണുള്ളത്, ബ്ലാക്കും വൈറ്റും റെഡും. ആദ്യത്തെ 2 തമ്മിലുള്ള റേഷ്യോ ആണ് 3:5. രണ്ടാമത്തെ 2 തമ്മിലുള്ള റേഷ്യോ ആണ് 2:3. ഇത് എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. രണ്ടാമത് വന്നിരിക്കുന്നത് വൈറ്റ് ആദ്യത്തെ റേഷ്യോയിൽ, രണ്ടാമത്തെ റേഷ്യോയിൽ ആദ്യം വന്നിരിക്കുന്നതാണ് വൈറ്റ്. അതായത്
ഇവിടെ രണ്ടാമത്തെ നമ്പർ ഏതാണ്? 5ആണ്. ഇവിടെ ആദ്യത്തെ നമ്പർ 2ആണ്. രണ്ടും വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നത്. ഒരേ സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ ഈ രണ്ട് വ്യത്യസ്ത സംഖ്യകളെ ഒരേ സംഖ്യ ആക്കണം. ഒരേ സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം, ഒരു അംശബന്ധം അഥവാ റേഷ്യോയെ നമുക്ക് തുല്യ വേറെ വേറെ റേഷ്യോകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 2ഉമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 5നെ 2 കൊണ്ട് ഗുണിക്കുക, അതായത് ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. നമ്മൾ ഒരു അംശബന്ധം അഥവാ റേഷ്യോയിൽ എവിടെങ്കിലും ഒരു വർക്കിംഗ് ചെയ്താൽ മറ്റേ വശത്തും അതേ വർക്കിംഗ് ചെയ്യണം. അപ്പൊ ഇവിടെ 2ആണ് കിടക്കുന്നത്. നമുക്ക് ഈ 2 നമ്പർ സെയിം ആക്കണം. 5നെയും 2നെയും സെയിം ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 5നെ 2 കൊണ്ട് ഗുണിച്ചു. അതേപോലെ 2നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെയും 5 കൊണ്ട് ഗുണിക്കണ്ടേ? ക്ലിയർ ആയോ? അപ്പൊ എന്തു വന്നു? ഈ റേഷ്യോ എന്ത് വന്നു? 3 ഗുണം 2 എന്താവും? 6 ആകും. 5 ഗുണം 2 എന്താവും? 10 ആയി. അപ്പൊ 3:5ഉം 6:10ഉം തുല്യമാണ്. കാരണം എന്താ? 6നെ 2 കൊണ്ട് ഹരിക്കും. 2 ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. അതേപോലെ 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. ഇനി ഇവിടെ 2 ഗുണം 5 എന്താണ്? 10 ആണ്. 3 ഗുണം 5 എന്താണ്? 15 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇനി ഇവിടെ നോക്കിക്ക്, ഈ 10 എന്ന് പറയുന്ന രണ്ടാമത്തെ വൈറ്റ്. ഇവിടെ 10 വന്നല്ലോ, അതെന്താ? വൈറ്റ് തന്നെയാണ്. വൈറ്റുകൾ സെയിം ആക്കി കൊണ്ടുവന്നു. വൈറ്റ് എന്തിനാ സെയിം ആക്കിയെന്ന് പറഞ്ഞാൽ ഈ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളത് വൈറ്റ് ആണ്. അപ്പൊ അതിനെ സെയിം ആക്കി കഴിഞ്ഞാൽ ഈ പുതിയ കിട്ടിയ റേഷ്യോ അങ്ങ് നേരെ എഴുതിയാൽ മതി. അതായത് ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഈസ് ടു വൈറ്റ് 6:10 ആണ്. ഇനി വൈറ്റ് ഈസ് ടു റെഡ്, അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങുക 10:15. അപ്പൊ ആൻസർ ആയില്ലേ 6:10:15. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 4 ചോദ്യങ്ങൾ മനസ്സിലായാലും എല്ലാവരും എഴുതി പഠിക്കുക.